എല്ലാവർക്കും നമസ്കാരം. മനോജ് കുമാർ ബാലകൃഷ്ണൻ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ഗുരുവിൻ്റെയും ഗുരുപരമ്പരയുടെയും പദകമലങ്ങളിൽ വീണു വണങ്ങുന്നു. പ്രണവമാണ് വിഷയം, ഓംകാരമാണ് വിഷയം. ശിവഗിരിയിൽ മഹാഗുരുവിൻ്റെ ജയന്തിയുടെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിൽ ഗുരുവിൻ്റെ ചിത്രം വഹിച്ചു കൊണ്ടുപോയ രഥത്തിൽ കിട്ടിയ പീതപതാകയിൽ ഓംകാരം ആലേഖനം ചെയ്തിരിക്കുന്നു. അതാണ് വിഷയം. ഇന്നാണ് ഞാൻ വിഷയം അറിയുന്നത്. പെട്ടെന്ന് ഗ്രൂപ്പിൽ ചർച്ച വന്നപ്പോൾ ഞാൻ വളരെ ലേറ്റായാണ് കണ്ടത് വിഷയം ഇതാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനൊരു മറുപടി പറയണമെന്ന് തോന്നി. കാരണം ഗുരുവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണല്ലോ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്, പറയാനും കേൾക്കാനും അറിയാനുമൊക്കെ. ഇപ്പം ഇത്ര നാളത്തെയും ഗുരുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ജീവിച്ചത് കൊണ്ടുള്ള എളിയ അറിവും ഒക്കെ വെച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ചില കാര്യങ്ങൾ കടന്നുപോയി. അപ്പോൾ അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ തുടങ്ങിയപ്പോൾ ചൊല്ലിയൊരു മന്ത്രമുണ്ട്, ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു എന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത് തുടങ്ങുന്ന ഓംകാരത്തിലാണ്. ഇതെന്നാണ് ഈ മന്ത്രം ആദ്യമായിട്ട് ചമച്ചതെന്ന് ചോദിച്ചാൽ ഒരറിവില്ല. വേദങ്ങളിലാണ്. വേദങ്ങളുടെ പ്രായം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പ്രയാസം. അപരുഷയമെന്നാണ് പറയുന്നത്. അപ്പം അനാദികാലം മുതലേ അറിവുണ്ട്. അറിവിൻ്റെ ഭാഗമായിട്ട് പ്രണവവും ഉണ്ട്. അപ്പോൾ പ്രണവത്തിലാണെല്ലാം ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ തുടങ്ങുന്നത് പ്രണവത്തിലാണ്, ഓംകാരത്തിലാണ്. എന്ത് തുടങ്ങുമ്പോഴും തുടങ്ങുന്നത്, ഏത് മന്ത്രം തുടങ്ങുമ്പോഴും. അപ്പോൾ ഇനി ഗുരു ജനിച്ചത് 1855 എന്നാണല്ലോ നമ്മുടെ അറിവ്. അപ്പോൾ അതിനുശേഷം ഗുരു അവധൂതനായൊക്കെ നടക്കുന്നു അല്ലേ. ചെറുപ്പത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിച്ചിട്ട് അവധൂതനായിട്ടൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കും. അത് കഴിഞ്ഞിട്ട് അരുവിപ്പുറത്ത് വരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നു. അത് കഴിഞ്ഞ് ശിവഗിരിയിലേക്ക് വരുന്നു. പിന്നീട് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് പോകുന്നു അല്ലേ. ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് ഗുരുവിൻ്റെ ലൈഫിൽ. അതിനിടയ്ക്ക് ആയിരക്കണക്കിന് സംഭവങ്ങൾ വേറെ അല്ലേ ഗുരുവിൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയാം. ഒന്ന് ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ പ്രവൃത്തികളും. കർമ്മകാണ്ഡം എടുത്ത് നോക്കുമ്പോഴും ചില കാര്യങ്ങൾ അതിനെയും ബന്ധപ്പെടുത്തി പറയാനുണ്ട്. അപ്പോൾ ദേവദശകം വളരെ ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ കൊടിയിൽ പ്രണവം ഉണ്ടായതിൽ മനംനൊന്ത എനിക്ക് തോന്നുന്നത് ഏതോ രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു അരിവാളും കൊട്ടുപടിയും നക്ഷത്രമായിരുന്നെങ്കിൽ ചിലപ്പം സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ച് മുഷ്ടി അത് ശക്തമായിട്ട് വായിലേക്ക് ഉയർത്തി ഒന്ന് തുള്ളിച്ചാടിയേനെ ഈ വ്യക്തികൾ. അപ്പോൾ പ്രണവത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. പ്രണവത്തിന് ഗുരുവിൻ്റെ ലൈഫിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു, ഗുരു അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അല്ലേ. ഗുരുവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും പിന്തുടരുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, കോടിക്കണക്കിന്. അപ്പം അവരോട് ഗുരു ഈ പ്രണവത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ഈ പറഞ്ഞ പാർട്ടികൾക്ക് വലിയ വിവരം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. വലിയ അറിവ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് അജ്ഞാതമാണ്. കുഴപ്പമില്ല, അതൊരു കുഴപ്പമല്ലല്ലോ. അപ്പം ഒരാൾക്ക് അറിവില്ല എന്നുള്ളതൊരു പാതകമൊന്നുമല്ല. അറിവിലേക്ക് വരാമല്ലോ ആർക്കും. എല്ലാവർക്കും അതിനൊക്കെയുള്ള യോഗ്യത എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ അറിവിനെ ഇങ്ങനെ ആർക്കും മോദിടണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ദൈവദശകം എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാത്തവരുണ്ട്, ചൊല്ലി പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ
ആവി വൻതോണി നിൻ പദം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ പദം എന്താണെന്നുള്ള അന്വേഷണത്തിൽ ലാസ്റ്റ് മനസ്സിലാക്കി. അകവും പുറവും തിങ്കം മഹിമാവാർന്ന നിൻ പദം എന്ന് പിന്നീട് താഴോട്ട് വരുന്ന വരികളിൽ എടുത്ത് പറയുന്നുണ്ട്. ആവി വൻതോണി നിൻ പദം എന്ന് പറഞ്ഞപ്പം അത് പ്രണവമന്ത്രത്തെയാണ് ഗുരു അവിടെ സൂചിപ്പിക്കുന്ന പദം എന്താണ് ഈ പദം എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത്. അകവും പുറവും തിങ്ങുന്ന ആ പദവും ആവി വൻതോണിയായിരിക്കുന്ന നിൻ പദവും എന്താണ്. പദം എന്നുള്ളത് പാദം എന്നൊക്കെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാല് അല്ല, ദൈവത്തിന് കാലും കൈയൊന്നും ഇല്ലാത്ത ചിത്പുരുഷനാകുന്നു ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ചിത്പുരുഷന് കാലും കൈയൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ പ്രണവത്തിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുരു കൃതികളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ കുണ്ടലിനി പാട്ടിനകത്ത് ഓമൊന്നു തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമെന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പേ, ഓം എന്ന് തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ നാമാണ്, അത് അറിഞ്ഞുകൊണ്ട് ആടുപാമ്പേ എന്നാണ്. അപ്പോൾ ഓമിനെ അവിടെ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഗുരു ഓമിനെ എടുത്തു പറയുന്നു. പിന്നെ തേവാരപ്പതികങ്ങളിനകത്ത് ഓമാദിയിൽ നിൽക്കും പൊരുൾ നീതാൻ ഉലകെങ്കും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അത് ഓംകാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനായ ഒരു കാര്യമുണ്ട്. വേദകാലഘട്ടത്തിലെ ഋഷിമാരായിരുന്നു മന്ത്രങ്ങൾ ചമച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ ജനിച്ച മഹർഷിയായ ഗുരു ഹോമമന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രം നമുക്ക് ചമച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നത് ഓംകാരത്തിലാണ്. ഓം അഗ്നേ തവയ തേജസ്സത് ബ്രാഹ്മം എന്ന് തുടങ്ങി ശ്രേയശ്ച പ്രയശ്ച പ്രയശ്ച സ്വാഹ ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ മന്ത്രം തുടങ്ങുന്ന ഓംകാരത്തിലാണ്. ഇനിയും ആത്മോപദേശാതകത്തിൽ പലയിടത്തും ഈ ഓംകാരത്തിൻ്റെ മഹത്വവും അതെന്താണെന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം എല്ലായിടവും ഞാൻ പോകുന്നില്ല, പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ പറയാം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട, വനമലർ കൊയ്തും അതല്ലയായെങ്കിൽ മായാം അനുരുവിട്ടു ഇരിക്കൽ മായ മാറും എന്നൊരു ശ്ലോകമുണ്ട്. ഒരിക്കൽ നാരായണ ഗുരുകുലത്തിൽ മുനിഗുരുവായിട്ട് ഇങ്ങനെ പഠന കാര്യങ്ങളിലെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു വിഷയം വന്നപ്പം ഞാൻ ചോദിച്ചു, ഗുരു ഈ മായാം, അതെനിക്കറിയില്ല മായാം അനു എന്നാണ് ഉച്ചരിക്കേണ്ടത്, മായാം അനു എന്നാണ് നമ്മൾ പറയുന്നത്. ഗുരു അതെന്താണ് അതങ്ങനെ? അപ്പം മായാം അനു മായാം അനു എന്നാണ്. മായാം അനു എന്ന് വെച്ചാൽ ഓംകാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗുരു ഈ ഓംകാരത്തെ വളരെ രഹസ്യമായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം മായാം അനു ഉരു വിട്ട് ഇരിക്കൽ മായ മാറുമ്പോൾ മായ മാറാനായിട്ട് ഓംകാരം ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഗുരു തരുന്ന ഒരു സജഷൻസ്. അതിൻ്റെ ഭാഗമായിട്ട് സജഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സജഷൻ അതാണ്. അപ്പോൾ അവിടെയും ഓംകാരത്തിൻ്റെ മഹത്വം ഗുരു പറയുന്നുണ്ട്. പിന്നെ ഉണരണം ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തുകയാണ്. അപ്പോൾ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടണം എന്നാണ് പറയുന്നത്. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, അവിടെയും പ്രണവത്തിൻ്റെ മഹത്വമാണ് ഒരു പറയുന്നത് എന്നുള്ളത്. പിന്നീട് ഒരുപാടുണ്ട്. ഈ പ്രണവ മന്ത്രധ്വനി എന്നാണല്ലോ പറയുന്നത്, പ്രണവ നാദമാണ്. അപ്പം വീണ്ടും ആത്മോപദേശത്തിൽ ഗുരു പറയുന്നുണ്ട്, അധിക വിശാലം ഒരു പ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്ന് നാദം ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യഥമേലും യതിവര്യനായിടണം. അപ്പോൾ ഈ നാദം ഏത് നാദമാണ്? പ്രണവമന്ത്രധ്വനി തന്നെയാണ് നാദം എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഏത് നാദമാണ് പ്രപഞ്ചത്തിലുള്ളത്? പിന്നെ അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത് ഓം ഇത് മൃദുവായി അമൃതരാണം എന്നാണ് ആത്മോപദേശത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ ഗുരു നമ്മളോട് പറഞ്ഞ് ആത്മോപദേശത്തെ അവസാനിപ്പിക്കുന്നത്. സത് ഓം ഇത് മൃദുവായി അമൃതരാണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഓംകാരത്തിൻ്റെ പ്രാധാന്യം. ഞാനിപ്പോൾ ഇത് ഈ ശ്ലോകങ്ങൾ എടുത്തു പറഞ്ഞെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുനിഗുരുവും നടരാജഗുരുവും ഗുരു തേജനെതിരെയൊക്കെ എഴുതിയ വ്യാഖ്യാനങ്ങളുണ്ട്. അതെടുത്ത് ഒരു ശിഷ്യഭാവത്തിൽ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അർത്ഥം തെളിഞ്ഞ് കിട്ടും. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം. പിന്നെ
ആ, ഗുരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന ആകെ ഒരേ ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം എന്ന് പറയുന്നത്. അപ്പം ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ധനം മീൻസ് ധന്യത, ആരുടെയും ധന്യത ആഗ്രഹിക്കരുത്, അല്ലെ കവർന്നെടുക്കരുത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ അവസാന ഭാഗത്തിൽ ഓം കൃതോസ്മര കൃതം സ്മര എന്ന് പറയുന്ന സംസ്കൃത ശ്ലോകത്തിന് ഒരു മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന മൊഴിമാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓമെന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക, അഗ്നേഗതിക്കായി വിടുക സന്മാർഗത്തോടെ ഞങ്ങളെ എന്നാണ്. അപ്പം ഓമെന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക എന്ന് പറയുന്നു. ഇനിയും ഗുരുവിൻ്റെ ബാഹുല്യാഷ്ടം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ തുടങ്ങുന്ന ഓം 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 എന്ന് 3 പ്രാവശ്യം തുടങ്ങിക്കൊണ്ട് മന്ത്രം ചമിച്ച് തന്നാണ് നമുക്ക്. അങ്ങനെ ഒരുപാട് ഗുരുവിൻ്റെ കൃതികൾ എടുത്ത് നോക്കിയാൽ അതിനകത്തെല്ലാം എവിടെയെങ്കിലുമൊക്കെ ഗുരു ആ പ്രണവമന്ത്രത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഈ കൃതികളിലൂടെ കടന്നു പോയത്, ഗുരുവിന് നമുക്ക് പറയാനുള്ളതെല്ലാം ഗുരു കൃതികളിലൂടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഓമിൻ്റെ പ്രാധാന്യം എന്താണ് ഗുരുവിൻ്റെ കൃതികളിൽ എന്നുള്ളതിന് ചെറിയൊരു സൂചനയാണ്. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തി തന്നെ ഒരു തീസിസ് അവതരിപ്പിക്കാനുള്ള കണ്ടൻറ്റ് ഉണ്ട് ഗുരു ഇതിനകത്തെല്ലാം. ഗുരുവിൻ്റെ കൃതികൾക്കകത്തെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ, കളവങ്കോടത്തെ പ്രതിഷ്ഠയിൽ ആ കഥകൾ അന്നേരം നടന്ന സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, കഥയല്ല ചരിത്ര സംഭവങ്ങൾ അറിയാവുന്ന പലർക്കും അറിയാം. അവിടെ ഒരു കണ്ണാടി കൊണ്ടുവരാൻ പറയുകയും അതിൽ രസം ചുരണ്ടാൻ പറയുക, ചുരണ്ടുന്നത് ഓം ശാന്തി എന്നെഴുതാൻ പറയുന്നത്. അപ്പം അവിടെ ഗുരുവിൻ്റെ കർമ്മത്തിൽ ഗുരു ഓംകാരത്തെ കൊണ്ടുവരികയാണ്. പിന്നെ ഓം സത്യം ധർമ്മം ദയാ ശാന്തി എന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഗുരുവിൻ്റെ കൃതികളിലും കർമ്മങ്ങളിലുമൊക്കെ ഗുരു ഈ പ്രണവത്തിൻ്റെ പ്രാധാന്യം ആവോളം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പൊതുവെ ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു മതചിഹ്നമാണെന്നാണ്. അതാണ് ഒരു ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ നിലവാരം അനുസരിച്ച് നോക്കിയപ്പോൾ അവർ കണ്ടത് കുട്ടുവടിയും ചുറ്റി അരിവാളുമായിരുന്നെങ്കിൽ അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ ഈ മഞ്ഞ പതാകയിൽ കണ്ടത് പ്രണവമാണ്. അപ്പോൾ അവർ വിചാരിച്ചത് ഹിന്ദുമതത്തിൻ്റെ ചിഹ്നമാണെന്ന്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതമില്ല എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുരു ഒരു മതത്തിൻ്റെ ആളല്ല എന്ന് ഗുരു വിളംബരം ചെയ്തിട്ടുണ്ട്. ഒരു മതത്തിൻ്റെ മാത്രമല്ല, ഒരു ജാതിയിലും പെടുന്നില്ല എന്ന് വിളംബരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാകും ഗുരു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന്. അതിനകത്തിൽ എന്തുമാത്രം നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഗുരു പറഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാകും. പച്ചമലയാളത്തെ പറഞ്ഞു ഞാനൊരു ജാതിയിലോ മതത്തിലോ പെടുന്ന ആളല്ല. അപ്പോൾ പിന്നെ ഗുരു ആ മതത്തിൻ്റെ ആളല്ലാത്ത സ്ഥിതിക്ക് മതചിഹ്നമാണ് എന്ന് നമ്മളങ്ങോട്ട് കരുതുന്നത് നമ്മുടെ അറിയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ചിഹ്നം അല്ലത്. ഇത് വേദങ്ങളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞു, വേദ കാലഘട്ടങ്ങൾ മുതലേ ഉള്ളതാണ് ഈ പ്രണവമന്ത്രം എന്ന് പറയുന്നത്. RSSകാരൻ 1923 RSS ഉണ്ടാക്കിയപ്പോൾ ഒന്നല്ല ഓംകാരം. അവരാ ഓംകാരത്തിന് മഹത്വം പറഞ്ഞിട്ട് അതുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലായിടവും ബിംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് മതം എടുത്ത് നോക്കിയാലും, ഇസ്ലാം മതം എടുത്ത് നോക്കിയാൽ ചന്ദ്രകലയും നക്ഷത്രവും അവർ ഉപയോഗിക്കുന്നുണ്ട്, അവിടെയും ബിംബമുണ്ട്. ക്രിസ്തു മതത്തിൽ കുരിശാണ് ബിംബമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ ഓം ഒരു ബിംബമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഹിന്ദുക്കളുടെ ആണെന്നല്ല അതിൻ്റെ അർത്ഥം, ഇല്ലേ? ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് കുരിശുണ്ട്, ചന്ദ്രകലയും നക്ഷത്രവും നബി മുഹമ്മദ് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സംഭവം ഉണ്ടല്ലോ ഈ ലോകത്ത്. അപ്പോൾ മതങ്ങളിത് സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ ആയിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ ആകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഗുരുവിനെ പോലുള്ള മഹാഗുരുക്കന്മാർ, ആചാര്യന്മാർ, അല്ലെ ഋഷിമാർ വന്നിട്ട് നമുക്ക് ഇത് വീണ്ടും പുനരാവിഷ്കരിച്ച് തരുന്നത്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക കൊണ്ടാണ് അവരത് വീണ്ടും എടുത്ത് നമുക്ക് തരുന്നത്. വീണ്ടും അതിനകത്തിലെ വാല്യൂസ്, നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ വീണ്ടും വീണ്ടെടുത്തതാണല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ്, അല്ലേ? എന്നിട്ട് ഞാനൊരു വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് റീഇൻസ്റ്റേറ്റഡ് എന്ന്. റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നല്ല കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഒരു മതത്തിൻ്റെ ആയിട്ട് കണ്ടിട്ട് വെകളി പിടിക്കണ്ട. കാള
ചുമല നിറം കാണുമ്പോൾ വെളി പിടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, SNDP യോഗം ഗുരു ഉണ്ടാക്കി. അപ്പോൾ അന്ന് പതാകയൊന്നും ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവില്ല. എൻ്റെ വായനയിലും എൻ്റെ പഠനത്തിലും എനിക്ക് അതിനെക്കുറിച്ച് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പതാകയൊന്നും ഗുരു ഉണ്ടാക്കിയതല്ല, നമ്മളുണ്ടാക്കിയതാണ്. പിന്നീട് വന്ന ജനറേഷനാണ് അതെല്ലാം ചെയ്തു വെച്ചത്. അപ്പം അത് നമ്മളാണ് ആലേഖനം ചെയ്യുന്നത്. പക്ഷെ അതൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടേതോ ഒക്കെ ആയിട്ട് കാണുന്നത് നമ്മുടെ അറിവില്ലായ്മയുണ്ട്. അപ്പം അങ്ങനെ ചില ഇമേജിനകത്ത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ എഴുതി വിടുന്ന വളരെ ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ. ചുമ്മാതെ പീതപതാകയിലൊരു ഓംകാരം വന്നു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ആലളകേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഗുരു എന്താണോ ഉയർത്തിപ്പിടിച്ച് നമുക്ക് തന്നത്, നമുക്ക് വീണ്ടെടുത്ത് തന്നത്, നഷ്ടപ്പെട്ടു പോയ, നമുക്ക് അന്യമായിരുന്ന, നമ്മളെ അടുപ്പിക്കാതിരുന്ന, നമുക്ക് കൊട്ടിയടയ്ക്കപ്പെട്ട ആ അറിവുണ്ടല്ലോ, ആ അറിവിൻ്റെ മൂർധന്യത്തിൽ അതിൻ്റെ ഏറ്റവും ഉന്നതതലത്തിൽ നിൽക്കുന്നത് തന്നെയാണ് പ്രണവം. എല്ലാത്തിനെയും പ്രണവത്തിൽ ചുരുക്കം. അതുകൊണ്ടാണല്ലോ ഓമൊന്ന് തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ. ഓമൊന്ന് തൊട്ടെന്നാണ്. ഇപ്പം നമ്മൾ ഹരിനാമകീർത്തനം എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് തുടങ്ങുന്നത് എങ്ങനെ? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന്, അല്ലേ? അപ്പം ഓമാദിയിൽ നിൽക്കുമ്പോൾ ഒരു നീതാനുലകങ്ങും എന്ന് പറയുന്നത് അതന്നെ ഓമാദിയിൽ. തുടക്കം എന്ന് പറയുന്നത് എല്ലാത്തിനും ചുരുക്കി കൊണ്ടുവരാവുന്ന ഒരു ക്യാപ്സ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ക്യാപ്സ്യൂളാണ് ഓംകാരം. അതിൽ നിന്നാണ് എല്ലാത്തിനും നമ്മൾ ചുരുക്കി കൊണ്ടുവന്ന് വെക്കുന്ന ഫോർമുലയാണ് ഓംകാരം എന്ന് പറയുന്നത്. അതാണ് എല്ലാത്തിൻ്റെ കോറ്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ പഠിച്ചു നോക്കി തന്നെ എല്ലായിടും ഉണ്ട്, എല്ലായിടും എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പം അതിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ആ പതാകയിലേക്ക് ആരോ അറിവുള്ളവർ ആ പതാകയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് കണ്ടിട്ട് നമ്മൾ ഈ അബ്നോർമൽ ആകേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ കഴിക്കേണ്ട മരുന്ന് എന്താണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കൃതികൾ എടുത്ത് വെച്ച് പഠിക്കുക, ഗുരുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ഗുരുവിൻ്റെ ചരിത്രം ആദ്യം പഠിക്കാൻ നോക്കുക, ഗുരു ആരാണെന്നുള്ള മനസ്സിലാക്കുക. ചുമ്മാതെ ഈ ചതയത്തിനും സമാധി ദിനത്തിനും ഒക്കെ കൊണ്ടു നടക്കാതെ ജീവിതത്തിലെ ഗുരുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ ഗുരുവിൻ്റെ ജീവിതം കൊണ്ടുവരാൻ നോക്കുക, നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഗുരു പറഞ്ഞ പോലെ ചിലപ്പോൾ ജീവിക്കാൻ പറ്റിയില്ലെന്ന് വരാം നമ്മുടെ ജീവിതത്തിൽ. ഗുരു പറഞ്ഞ അനുസരിച്ച് ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്രയൊന്നും ഉയർന്നു വരാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് പറയാം. എങ്കിലും ആവുന്ന പോലൊക്കെ ഗുരു വന്നുകൊണ്ടുണ്ടായ മാറ്റം ഉണ്ടല്ലോ. ഇത് കാർൽ മാർക്സ് കൊണ്ട് തന്ന മാറ്റമോ അല്ലെങ്കിൽ ഗാന്ധിജി കൊണ്ട് തന്ന മാറ്റമൊന്നും അല്ല നമുക്കുള്ളത്. ഗുരു വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ. മിനിമം അന്നത്തെ കാലത്ത് ഗുരുവിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇന്ന് ലോകം മുഴുവൻ അറിവുള്ള ആൾക്കാർ ഗുരുവിനെ മനസ്സിലാക്കി പഠിച്ച് ഗുരുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ലോകം മുഴുവൻ. അന്നും ഗുരു ഗുരു സശരീരനായിരുന്ന സമയത്ത് ഗുരുവിന് ഇൻഫ്ലുവൻസ് 3-4 സ്റ്റേറ്റുകളിലുണ്ടായിരുന്നു. അപ്പം ആ മാറ്റം ഉണ്ടല്ലോ ഗുരു വന്നതിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ഗുരുവിന് മുമ്പും ഗുരുവിന് ശേഷവും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതെങ്കിലും അത്യാവശ്യം ഒന്ന് ഉൾക്കൊണ്ടിട്ട് അതിലൊരു നന്ദി ഒന്ന് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഈ മാറ്റമൊന്നും കൊണ്ടു തന്നെ വേറെ ആരുമല്ല, ഗുരു ഉണ്ടാക്കി തന്ന മാറ്റമേ ഉള്ളൂ കേരളത്തിൽ. നമ്മൾ പഠിച്ചാൽ മതി, മനസ്സിലാവും. വേറെ ആരുണ്ട് ഇവിടെ ഇത്രയും ചേഞ്ചസ് ഇവിടെ ഉണ്ടാക്കി തന്നത്? അതുകൊണ്ടാണ് എനിക്ക് കുമാരനാശാനെ പോലുള്ള മഹാകവികൾ പാടിയത്, അൻപാർന്നവരുണ്ടോ, വിജ്ഞാനികളുണ്ടോ, വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. അതുകൊണ്ട് മുൻപായി നനച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പു ആ പാവനപാദം ഗുരു നാരായണമൂർത്തെ എന്ന് പാടിയത് അതുകൊണ്ടാണ്. നോക്കിയാൽ ഗുരുവിനോട് തുല്യം വെക്കാനായിട്ട് ആരെയും കിട്ടില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അത്രയും ഗുരുവിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മതി, കുറച്ച് കൂടുതൽ കാര്യത്തോടെ പഠിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് പതാകയിൽ പ്രണവമന്ത്രം പതിച്ചിട്ട് അത് പാറിപ്പറക്കുന്ന കാണുമ്പം നമുക്ക് അത് കണ്ടിട്ട് നമ്മുടെ ചിന്തകളൊന്നും ഇളകണ്ട, നമുക്ക് അടിമുടി വെകിളി പിടിക്കണ്ട. അത് നല്ലതാണ്, അത് ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ പ്രണവമന്ത്രം സ്മരിക്കുക എന്ന് പറഞ്ഞല്ലേ, കൃതോസ്മര കൃതം സ്മര എന്ന് പറഞ്ഞു. അതായത് ഓമൊന്ന് നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. ഓം ഇത് മൃദുവായി അമർന്നിടയണം
ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് മായാം അനുവിരുവിട്ട് ഒരിക്കലും മായ മാറുമെന്ന് പറഞ്ഞത്. അപ്പോൾ മായം മാറാനായിട്ട് പ്രണവം സ്മരിക്കാനൊക്കെയാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുവിന് താല്പര്യം ഉണ്ടെങ്കിൽ, ഗുരുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഗുരുവിൽ എന്തെങ്കിലും വർത്ത് ആയിട്ട് എന്തെങ്കിലും കാണാനുള്ള ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ, നമുക്കതിനുള്ള ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ, ഗുരു പറഞ്ഞതനുസരിച്ച്, ഗുരു ഗൈഡ് ചെയ്തതനുസരിച്ച് പ്രണവത്തെ അങ്ങോട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പ്രണവത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് നീ തന്നെയാണ് തത്വമസി. ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യാപഞ്ചയത്തിലും ഒക്കെ പറയുന്ന പോലെ ഗുരുവിൻ്റെ ദാർശനിക കൃതികളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് മാത്രം ആലേഖനം ചെയ്ത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നോടുകൂടെ ആലേഖനം ചെയ്ത് ഒക്കെ മുന്നോട്ട് പോകണം. പലയിടത്തും കാണുന്ന ആണ് ഈ ആവശ്യമുള്ളത് കളഞ്ഞിട്ട് ആവശ്യം ഉള്ളതുകൂടെ വെക്കാതെ അപൂർണമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രണവം പൂർണ്ണമാണ്, പ്രണവം സമ്പൂർണ്ണമാണ്, പ്രണവം ആവശ്യമാണ്. പ്രണവം ഉച്ചരിക്കാനും സ്മരിക്കാനും ഉരുവിട്ടിരിക്കാനുമാണ് ഗുരു പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ ആവശ്യമാണെങ്കിൽ ഞാൻ വരാം. ഇനി നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്തേ.